ഹേയ് ഹലോ അസ്സലാമു അലൈക്കും എവരിവൺ. അപ്പോൾ ഇന്ന് നമ്മൾ ഉംറയ്ക്ക് പോവുകയാണ്. ഒരു 3 ദിവസത്തെ ഉംറ ട്രിപ്പാണ്. അപ്പോൾ നമ്മൾ ടാക്സി വിളിച്ചിട്ടാണ് ബത്ത വരെ നമ്മൾ ടാക്സിയിൽ പോകും. അത് കഴിഞ്ഞ് നമ്മളൊരു ഉസ്താദിൻ്റെ കൂടെ ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ടാക്സിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ബത്തയിലെത്തി. ആ കിടക്കുന്നതാണ് ഞങ്ങളുടെ ബസ്. അത്തച്ചി ലഗേജും കാര്യങ്ങളൊക്കെ ബസ്സിലേക്ക് എടുത്ത് വെക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് ഞങ്ങൾ പോണ വഴിയാണ്. 2 സൈഡും ഇതുപോലെ ഒരാളും അനക്കും ഒന്നും ഇല്ലാണ്ട് ഇതുപോലെ മരുഭൂമി പോലെ ഇങ്ങനെ കിടക്കുമായിരുന്നു. ടോട്ടൽ 800 സംതിങ് എത്രയോ കിലോമീറ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്ക് ഇനി മദീനയിലേക്ക് 601 കിലോമീറ്ററും കൂടെയാണുള്ളത്. അപ്പോൾ ബാദൂസും ഇവായും ഞാനും ഒരുമിച്ചായിരുന്നു ഇരുന്നത്. അമ്മച്ചിയും ചിന്നും ഒരുമിച്ച്, അത്തച്ചി ഒറ്റയ്ക്കായിരുന്നു ഇരുന്നത്. അപ്പോൾ ബാദും ഇവക്കുട്ടിയും ചുമ്മാ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇത്രയും ദൂരം വന്നിട്ടും ഇപ്പോഴാണ് ഒരു ചെറിയ ടൗൺ പോലെ അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് വീടും ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ കാണുന്നത്. ഇപ്പോഴാണ് ഇതും ഒരു ചെറിയ പോർഷൻ എങ്ങാണ്ടുള്ളൂ. അങ്ങനെ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഡെസേർട്ട്, ക്യാമൽസ്, അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ. നല്ല രസമുള്ളൊരു യാത്രയായിരുന്നു. അപ്പം ഞങ്ങൾ കണ്ടിന്യൂസ് വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുകയല്ലായിരുന്നു. കുറേ സ്ഥലത്ത് നിർത്തിയായിരുന്നു വന്നത്. അപ്പോൾ ഇതേപോലെ കുറച്ച് സ്ഥലങ്ങളുണ്ട് ഞങ്ങൾക്ക് നിസ്കരിക്കാനും, നമുക്ക് അത്യാവശ്യം വാഷ്റൂമിൽ പോകാനും, ഫുഡ് കഴിക്കാനും, അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഒരുപാട് നിർത്തിയാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങളൊരു മഗ്‌രിബ് അടുക്കാറായ സമയത്തേനും മസ്ജിദ് അൽ ഖൂബയിലേക്കാണ് ആദ്യം വന്നത്. നമ്മുടെ മക്ക വിട്ട് മദീനയിലെത്തിയ നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് ദിവസം തങ്ങിയ മേഖലകളിൽ ഒന്നായിരുന്നു മസ്ജിദ് അൽ ഖൂബ. അവിടെയായിരുന്നു നമ്മൾ വന്നിരുന്നത്. അപ്പം അമ്മച്ചിയും അനിയത്തിയൊക്കെ നിസ്കരിക്കാനായിട്ട് ഉള്ളിലേക്ക് കയറിപ്പോയി. കൊച്ചുങ്ങളുള്ളവരെ അങ്ങോട്ട് അകത്തേക്ക് കയറ്റി വിടൂല. അപ്പം ഞാനും വേറൊരു ഇത്തായും ആയിത്താടെ കുട്ടിയും ഞങ്ങൾ പുറത്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ അവരെ നിസ്കരിച്ചിട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് പിള്ളേരെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്ത് നിന്ന് വെയിറ്റ് ചെയ്യുകയാണ്. ഇവക്കുട്ടിക്ക് ഒരു ഫ്രണ്ടിനെ കിട്ടിയത് കൊണ്ട് നല്ല കളിയായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഒരുപാട് നേരം അവിടെ നിൽക്കാൻ പറ്റിയിട്ടില്ല. മദീനയിൽ കറക്റ്റ് സമയത്ത് എത്തേണ്ടത് കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് നേരം നിൽക്കാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ബസ്സിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. മാഷാ അല്ലാ, എന്ത് ഭംഗിയാണെന്നറിയാമോ ഈ പള്ളികളൊക്കെ കാണാനായിട്ട്. നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല. അപ്പം മദീനയിൽ എത്തുന്നതിന് മുന്നേ ഞങ്ങൾ വേറൊരു നല്ലൊരു ഈന്തപ്പഴം കിട്ടുന്ന ഷോപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഈന്തപ്പഴം മേടിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഈന്തപ്പഴം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈന്തപ്പഴമൊക്കെ മേടിച്ചുകൊണ്ട് തിരിച്ച് ബസ്സിലേക്ക് കയറുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് സയ്യിദ് അൽ ഷുഹദ മോസ്കിലേക്കാണ്. അതായത് ഉഹുദ് പള്ളിയിലേക്കാണ് നമ്മൾ പോയത്. ഇവിടെയാണ് ഉഹുദ് യുദ്ധമൊക്കെ നടന്നത്. ഇവിടെ ചെന്ന് ഞങ്ങൾ യാസീൻ ഓതി ദിക്റുല്ലി ദുആ ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോയി. കാരണം ഇഷാക്ക് മുന്നേ ഞങ്ങൾക്ക് മദീനയിലെത്തേണ്ടതായിരുന്നു. ഇഷ അവിടെ നിസ്കരിക്കണം എന്നുള്ള ഇതിൽ. അപ്പോൾ നമ്മൾ മദീന നഗരത്തിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് പറയാൻ പോലും പറ്റില്ല, അത്രയ്ക്ക് ഭംഗിയാണ് കാണാനായിട്ട്. എന്ത് രസമാണെന്നറിയാമോ. ഞങ്ങൾക്ക് അവിടെ ചെന്നിട്ട് എവിടെയോ എത്തിയ ഒരു ഫീലായിരുന്നു. അത്ര ഭംഗിയാണ് ഇവിടുത്തെ ആ ഒരു നഗരം കാണാനായിട്ട്. ഒരുപാട് ആളുകളും ഒരുപാട് ലൈറ്റും, എന്ത് ഭംഗിയാണ്. നമുക്ക് അടുത്തെത്തുന്തോറും ഭയങ്കര എന്തോ ഒരു എക്സൈറ്റ്മെൻറ്റ്, ഭയങ്കര എനിക്ക് ആ ഫീല് പറയാനേ പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ മുത്തുനബിയുടെ തൂവെള്ള കൊട്ടാരത്തിൽ എത്തിയിരിക്കുകയാണ് ഫ്രണ്ട്സ്. എന്തൊരു ഭംഗിയാണെന്നറിയാമോ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ അവിടെ എത്തി. ഇഷ നിസ്കരിക്കാനും ഓതാനും ദിക്റുല്ലാനും ദുആ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ പോവുകയാണ്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇവിടെ വന്നിരിക്കുകയായിരുന്നു. അന്നേരം കുട്ടീനെ അവിടെയുള്ളൊരു അറബിക് ലേഡിയാണ്, മലയാളിയല്ല. അപ്പോൾ പുള്ളിക്കാരിയുടെ മോളുടെ ഫേസ് കട്ട് ഉണ്ട് കുട്ടിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുട്ടിയുടെ ഫോട്ടോയൊക്കെ എടുക്കുകയാണ്. ഈ കുട്ടീനെ നല്ല ഇഷ്ടമായി പുള്ളി. കുട്ടി വെറുതെ മുകളിലോട്ട് നോക്കി ഓയ് എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ വെറുതെ വീഡിയോ എടുത്തതാണ്. നല്ല ഭംഗിയാണ്. ഇവിടെ ഈ ഗേറ്റ് നമ്പർ 25 ഞങ്ങൾ ഇരുന്നത്. അപ്പോൾ ഇവിടെ ലേഡീസ് മാത്രമേ ഉള്ളൂ. നമുക്കിരുന്ന് ഓതാനും നിസ്കരിക്കാനും കടന്നുറങ്ങാൻ വരെ പറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലിരുന്ന്. ഇനിയിപ്പോൾ നാളെ സുബഹിക്ക് ശേഷം നമ്മൾ ഇവിടെ നിന്ന് പോകും. അതുവരെ നമ്മൾ പള്ളിയിലുണ്ടാവും. അപ്പോൾ അതുവരെ ഞങ്ങൾ മദീന ഫുള്ള് ചുറ്റി കാണുകയാണ്.
എന്നാലും നമുക്കിവിടെ മുഴുവൻ കണ്ടു തീർക്കാൻ കഴിയില്ല, അത്രത്തോളം ഉണ്ട് കാണാനായിട്ട്. അപ്പോൾ അത്രയും നേരം ഞങ്ങൾ ഒരു ഉറങ്ങിയ സമയം കളയാണ്ട് ഫുൾ ചുറ്റി കാണുകയാണ്. അങ്ങോട്ടോ പിന്നെ അവിടെ ഇങ്ങനെ പിള്ളേർക്ക് കളിക്കാനൊക്കെ ആയിട്ട് സ്കെച്ചും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ കൊടുക്കും. അപ്പം അങ്ങനെ ഇരുന്ന് കളിക്കുകയാണിവ. പിങ്കാന്ന് പറഞ്ഞത് പുള്ളിക്കാരി. അപ്പോൾ ഏകദേശം ഒരു 3 മണിയൊക്കെ ആവാറായിട്ടോ. 3 മണിയൊക്കെ ആവാറായപ്പോഴത്തേനും ഞങ്ങളുടെ ഗേറ്റ് തുറന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി തിരിച്ച് പോയി. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഗേറ്റും അടച്ചിട്ടുണ്ടായിരുന്നു. ഇവക്കുട്ടി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിന്നു ഇവക്കുട്ടീനെ ഇങ്ങനെ കയ്യിലെടുത്തേക്കാണ്. ഭാഗ്യത്തിന് ഞങ്ങളുടെ ഗേറ്റ് നമ്പർ 25 തുറന്ന് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ലേഡീസൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറി കടന്നുറങ്ങുന്നുണ്ടായിരുന്നു, ഒരുപാട് പേര് ഓതുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഗേറ്റ് നമ്പർ 25 കയറി. അത്തച്ചിയും ബാദും പുറത്ത് കടന്നു. അപ്പം ഞങ്ങളുടെ സുബഹി നമസ്കാരം എല്ലാം കഴിഞ്ഞതിന് ശേഷം മദീന വിടുവാണ്. അപ്പം അന്നേരം തിരിച്ചു പോകാൻ വേണ്ടി ഇറങ്ങി. അപ്പം അന്നേരം ഞാനെടുത്ത കുറച്ച് വീഡിയോസാണ് കേട്ടോ ഇത്. ഭയങ്കര തിരക്കായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഇറങ്ങിയ സമയത്ത്. കുട്ടി നല്ല ഉറക്കമായിരുന്നു, എഴുന്നേറ്റിട്ടില്ലായിരുന്നു. രാത്രി ഒരുപാട് വൈകിയാണ് കിടന്നുറങ്ങിയത്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ബസ്സിലേക്ക് പോവുകയാണ്. അതിനുശേഷം നമ്മൾ നേരെ മക്കത്തിലേക്കായിരിക്കും പോകുന്നത്. പ്രാവല്ലേ പിന്നെ നോക്കൂ ഫ്രണ്ട്സ്, ഇവിടുത്തെ ഒരു സൈഡിൽ മൂൺ, ഒരു സൈഡിൽ സൺ. എനിക്കെന്തോ ഒരു പുതുമ തോന്നിയതുകൊണ്ട് ഞാനൊരു വീഡിയോ എടുത്തു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഈ കുട്ടീനെ ഈ പ്രാവൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ കുട്ടി വീണ്ടും കിടന്നുറങ്ങി. അപ്പം ഞങ്ങൾ ബസ്സിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളിനി നേരെ മീക്കാത്ത് പള്ളിയിൽ പോയി ഇഹ്റാം കെട്ടാനായിട്ട് ഞങ്ങൾ പോവുകയാണ്. അതിനുശേഷം ഞങ്ങൾ മക്കത്തിൽ റൂം എടുത്തിട്ടുണ്ട്. അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഉംറ ചെയ്യാനായിട്ട് മക്കത്തിലേക്ക് പോകും. അപ്പോൾ മക്കയിലെ വിശേഷങ്ങളായിട്ട് ഞാൻ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വരാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് താങ്ക് യു.